Hi, good morning everyone. This is Adi on Club FM. എല്ലാ മനുഷ്യർക്കും ചെറിയൊരു മെന്റൽ ഉണ്ട്, അങ്ങനെ ഞാൻ എവിടെ വായിച്ചു. അത് ശരിയാണോ? കുറച്ചൊക്കെ വേണം. നമ്മൾ സാൻസ്കൃതത്തിൽ പറയും മനുഷ്യൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ മനുഷ്യൻ എന്ന് പറയും. അപ്പോ അങ്ങനെ ഒരു ചെറിയ മെന്റൽ ഇല്ലാത്തവൻ ആ വേർഡ് തെറ്റാവില്ലേ? എല്ലാവർക്കും ചെറിയൊരു മെന്റൽ ഉണ്ട്, വേണം. അതാണ്, കുറച്ചൊക്കെ വേണം. മെന്റലിസ്റ്റിന് മെന്റൽ കൂടുതലാണോ കുറവാണോ? നല്ലൊരു ചോദ്യത്തിന് ഉത്തരം ഇതാണോന്ന് അറിയില്ല, പക്ഷെ നല്ലൊരു ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് ഒരു മതം പൊട്ടി ആനേനെ പറ്റി സംസാരിക്കാറുണ്ട്. അതായത് ആനക്ക് മതം ഇളകുമ്പോൾ നമ്മൾ എന്താ പറയാ, അതിന് ഭ്രാന്തായി പറയില്ലേ? ശരിക്കും പറഞ്ഞാൽ അതിന് ഭ്രാന്തായതാണോ അല്ല തിരിച്ചറിവ് വന്നതാണോ? ഒന്ന് ആലോചിച്ച്, കാട്ടില് എങ്ങനെ ജീവിക്കേണ്ട മൃഗമാണ്, അതിനിങ്ങനെ തളച്ചിട്ട് ഒരു ചെറിയ തോട്ടി കൊണ്ട് ഒരു വര പോലത്തെ ഒരു മനുഷ്യൻ, ഒരു പാപ്പാൻ ഇങ്ങനെ നിയന്ത്രിക്കുമ്പോൾ അതിനെ കൊണ്ട് മരം എടുപ്പിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പൊ ഒരു ദിവസം അതിന് പെട്ടെന്ന് തിരിച്ചറിവ് വരുവാണ്, ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിവ് വരുവാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, അതിന് വട്ടായി എന്ന് പറയല്ലേ? സൂപ്പർ. കാണുന്ന പെർസ്പെക്റ്റീവിലാണ് മെന്റൽ. മെന്റലി എല്ലാം അറിയാൻ പറ്റുമോ മെന്റലിസ്റ്റിന്? അങ്ങനെയല്ല. ഒരു മനുഷ്യന്റെ തോട്ട്സ്, ഒരു സെർട്ടൈൻ തോട്ട്സ്, അതറിയാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരാളാണ് മെന്റലിസ്റ്റ് എന്ന് പറയുന്നത്. ചിന്തകളെയാണ് വായിക്കുന്നത്. ഒരു ചിന്ത, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു ചിന്ത, ഞാൻ നിങ്ങളറിയാതെ നിങ്ങൾക്ക് തന്ന ഒരു ചിന്ത കുറച്ച് സമയത്തിന് ശേഷം ഞാൻ റിവീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതെന്താണ്, ഞാൻ നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്താണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ നിങ്ങളറിയാതെ തന്നൊരു തോട്ടാണ് ഞാൻ പറയുന്നത്. ആ തോട്ട് തരാന്നുള്ളതാണ്. എക്സാക്ട്ലി. അത് ഒരു ഇൻജെക്ടിങ് ഐഡിയ ഇൻടു സമ്മൺ. സ്വന്തം മനസ്സ് മനസ്സിലാക്കാൻ പറ്റുമോ? അത് ചെയ്യാറുണ്ട്. പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ശരിക്കും ഒരു മെന്റലിസ്റ്റിന്റെ ജോലി എന്താ? ശരിക്കും മെന്റലിസ്റ്റിന് രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന് ആക്കഡമിക് പെർസ്പെക്റ്റീവും പിന്നെ എന്റർടൈനിങ് പെർസ്പെക്റ്റീവും. ഇതിനൊരു വളരെ കുറച്ച് പേരെ ഇത് ചെയ്യുന്ന ആൾക്കാരുള്ളൂ വേൾഡിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ജോലിയായിട്ട് ഇപ്പം നമുക്കൊരു സർട്ടിഫൈഡ് ജോലിയായിട്ടൊന്നും എവിടെയും കിട്ടുമെന്നില്ല. എന്ത് ചെയ്യുന്നുള്ളത്, കൂടുതൽ പേരും എന്റർടൈനിങ് സൈഡ് ഫോക്കസ് ചെയ്യുന്നവരാണ്. അവര് ഷോസ് ചെയ്യുന്നുണ്ട്, തിയേറ്റർ ഷോസ് ചെയ്യും. പക്ഷെ എന്തോ ഒരു സങ്കടം എന്ന് വെച്ചാൽ പലരും ഇതിനൊരു സൈക്കിക് എബിലിറ്റി അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഉണ്ട് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതൊരു വലിയൊരു സങ്കടമാണ്. അങ്ങനെ എല്ലാം തെളിയിക്കേണ്ട ഒരു ചുമതല കൂടി സബ്ജക്റ്റിനോട് കൂടുതൽ നമ്മൾ ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എല്ലാം തെളിയിക്കേണ്ട ജോലിയാണ് നമുക്കുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ പലരും അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒരു ആക്കഡമിക് പെർസ്പെക്റ്റീവിൽ ഇത് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. റിസർച്ചും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആദ്യം മെന്റലിസ്റ്റിന്റെ ജോലി എന്താണ്? ഇതൊക്കെയാണ്. രണ്ടുമുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ഷോസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അല്ലാതെ ഐ എം എ കൺസൾട്ടന്റ്. ചില മൂവീസ്, സബ്ജക്ട് റിലേറ്റഡ് മൂവീസിനും കുറച്ച് വലിയ കോർപ്പറേറ്റ് ഹൗസ് ഒക്കെ ഹയർ ചെയ്യാറുണ്ട്. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് ഈസി ഫോർ ദം. ലൈ ഡിറ്റക്ഷൻ അതൊക്കെ കുറച്ച് സബ്ജക്റ്റിന്റെ ഭാഗമാണ്. അപ്പൊ മുമ്പിലിരിക്കുന്ന ആള് കള്ളം പറയുവാണോ, കുറച്ച് കോൺഫിഡൻസ് ലെവൽ എത്രയാണ്, അതൊക്കെ കുറച്ച് ഹെൽപ്പ് ആവും. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യും. അതെ, അറിയാലോ. ആദ്യം തുടങ്ങിയത് കുറച്ച് ഒരു ഫ്രണ്ട്സിനെ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്താണ്. തന്നെ അവിടുന്ന് ഇങ്ങനെ ഒരുപാട് കേസുകൾ വിദേശത്തും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഗുരുക്കന്മാരുണ്ടോ? സെൽഫ് ടോട്ട് ആണോ? ലോകത്ത് എങ്ങനെ ഈ സംഭവം, ഈ സബ്ജക്ട് ആളുകൾ പഠിക്കുന്നത്? അങ്ങനെ ഇല്ല. ഹിപ്നോസിസ് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മാജിക് പഠിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ എന്താണ് പല സബ്ജക്റ്റുകളും ഇതിന് റിലേറ്റ്. ഇപ്പോൾ ബോഡി ലാംഗ്വേജ്, മൈക്രോ എക്സ്പ്രഷൻ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കാം. അപ്പോൾ ഓരോന്നും ഇൻഡിവിജ്വലി പഠിക്കാം. പക്ഷെ ഇത് എങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എങ്ങനെയാണ് ട്രിക്കറി, ഏതാണ് ഞാൻ പറഞ്ഞില്ലേ, ചിലത് അക്കാഡമിക് ആയിരിക്കും, ചിലത് ട്രിക്ക് ആയിരിക്കും. അപ്പൊ എങ്ങനെ ബ്ലെൻഡ് ചെയ്യണമെന്നൊന്നും പഠിപ്പിക്കുന്ന ഒരു അക്കാദമി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായിത്തീരലാണ്. മെന്റലി പവർഫുൾ ആവോ ഒരു മെന്റലിസ്റ്റ് ആയി കഴിഞ്ഞാൽ? ഈ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഒബ്സർവന്റ് ആവും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്തും ശ്രദ്ധിക്കും. ഞാനിപ്പോ പേനോണ്ട് എഴുതാൻ പോയാൽ അപ്പൊ വളരെ വളരെ ഒബ്സർവന്റ് ആണ്. തോന്നിയിട്ടില്ല എന്റെ അത് ഏറ്റവും ഫണ്ടമെന്റൽ അതായിരിക്കും തോന്നുന്നു എനിക്ക്. ബി ആൻ ഒബ്സർവന്റ്. അതിലെല്ലാം ഉണ്ട്. നല്ലൊരു ഒബ്സർവന്റ്, നല്ല മെമ്മറി ഉണ്ടാവും, കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റും. ഭയങ്കര സംശയാലുമായിരിക്കും ഈ ഒബ്സർവേഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സംശയമാണോ? കാണുന്നതിലെല്ലാം ഒരു പസിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ ഒബ്വിയസ്ലി സംശയാലുമായിരിക്കും. നല്ലൊരു സ്കെപ്റ്റിക് ആയിരിക്കും ഒരു മെന്റലിസ്റ്റ്. ഇന്ത്യയിൽ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവും. സെലിബ്രിറ്റീസ് എന്തിനാണ് ഒരു മെന്റലിസ്റ്റിന്റെ അടുത്ത് വരുന്നത്? എനിക്കൊന്നും അറിയില്ല. ഈ ബോഡി ലാംഗ്വേജും മൈക്രോ എക്സ്പ്രഷനും ഒക്കെ ആക്ടിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യില്ലേ? അങ്ങനെ. അപ്പൊ ഒരു ചിന്ത, ഒരു സ്ക്രിപ്റ്റ് വരുമ്പം അങ്ങനെ ഒരുപാട് പേരെടുത്ത് അസോസിയേറ്റ് ആസ് ആൻ ആക്ടർ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരു മെന്റലിസ്റ്റ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. റീസെന്റ് മെന്റലിസം എന്നുള്ള ഒരു സബ്ജക്റ്റിനെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കിടയിലും ഫേമസ് ആക്കിയത് പ്രേതം എന്നുള്ള സിനിമയാണ്. പ്രേതം സത്യത്തിലുണ്ടോ? സിനിമയിലെ ഡോൺ ബോസ്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു മെന്റലിസ്റ്റിന് മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം മെന്റലിസ്റ്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രേതങ്ങളെ കാണാനുള്ള ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് എന്നാണ് സിനിമയിൽ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. യഥാർത്ഥ ലൈഫിൽ പ്രേതങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ജീവിച്ചിരിക്കുന്നവരെ പേടിച്ചാൽ മതി. ഓക്കെ. അതെ. മെന്റലിസ്റ്റിന് കാണാൻ പറ്റുമോ? പ്രയത്നം കണ്ടിട്ടൊന്നുമില്ല. ഇല്ല. സിനിമ പറയുന്ന പോലെ മെന്റലിസ്റ്റിന് കാണാൻ പറ്റുമോ? പറയുന്ന പോലെ ഒരു യൂണിഫോം ഇട്ട പ്രേതം അങ്ങനെയൊക്കെ അല്ലേ? അല്ല, എങ്ങനെയാണെങ്കിലും കാണാൻ കാണും എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ചോദിക്കാല്ലോ എങ്ങനെയായിരുന്നു. ഇല്ല കേട്ടോ, സത്യമായിട്ടും ഇതുവരെ അങ്ങനെ ഞാൻ മാത്രമല്ല, ഇപ്പം അക്കാഡമിക് വൈസ് ആയിക്കോട്ടെ ഒരുപാട് വിദേശത്തൊക്കെ ഒരുപാട് ഈ പാരനോർമൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, നമ്മൾ പോകാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഒരുപാട് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് അങ്ങനെ ഒന്നുണ്ടെന്ന് സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. ഒരാളുടെ പിൻ നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഞാൻ വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയത്? അയാള് മനസ്സിൽ ആലോചിക്കുമ്പം കണ്ണിലൂടെ കാണുന്നതാണോ? അയ്യടാ, പെട്ടെന്ന് പറഞ്ഞത് 16 വർഷമായിട്ട് ഓരോ സംഭവം പഠിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനത് ആൻസർ ചെയ്യും. ആരുടെയും പിൻ നമ്പർ കണ്ടുപിടിക്കോ? അതൊന്നും പറ്റില്ല. ഞാൻ ഒരുപാട് തവണ ഫെയിൽ ആയിട്ടുണ്ട്. ആണോ? നോട്ട് എങ്ങനെയാ പറപ്പിക്കുന്നത്? നോട്ട് പറന്ന് നമ്മുടെ കയ്യിലോട്ട് വരും. അങ്ങനെ ഓക്കെ, മൂവ് ചെയ്ത് കയ്യിൽ വരും അല്ലേ? അത് ഇല്യൂഷൻ ആണോ? ട്രിക്കാണ്. അതെ അതെ. അതിന് കുറെ പേര് ഈ ടെലികൈനസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വഷളാക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല. അതൊരു ഇല്യൂഷൻ. താങ്ക് യു സോ മച്ച്. അത് സമ്മതിച്ച് അതുണ്ട് എന്ന് പറഞ്ഞതിന്. ഫോർച്യൂൺ കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക്? ഒരു മെന്റലിസ്റ്റിന് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോലിയിൽ അഭിവൃദ്ധി, സമ്പത്തിൽ അഭിവൃദ്ധി. ഫോർച്യൂൺ കൊണ്ടുവരാൻ പറ്റുമോ വെച്ചാൽ അതിന് ആൾക്കാർ കാണുന്ന ഒരു ഇതുണ്ട്. അതായത് ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ ഫോർച്യൂൺ കിട്ടുന്ന പോലെ അതൊക്കെ അങ്ങനെയൊന്നും അതൊന്നും നടക്കില്ല, വെറുതെ ആണ്. മെന്റലിസ്റ്റിനെ കൊണ്ട് പറ്റുമോ? ഇല്ല, മെന്റലിസ്റ്റിനെ കൊണ്ട് പറ്റും തോന്നില്ല. ഇപ്പൊ തന്നെ സിനിമ വന്നതിന് ശേഷം പ്രയത്നം പിടിച്ചാറാനൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ആർക്കെങ്കിലും? എന്റെ ഫൈനൽ ലാസ്റ്റ് കുറച്ച് സംശയം. അങ്ങനെ നല്ല ഉദ്ദേശത്തിൽ ഒരുപാട് ഡെഡിക്കേഷൻ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് ശിഷ്യത്വം സ്വീകരിക്കണം അല്ല. പക്ഷേ അത് വലിയ ലോങ് പ്രോസസ് ആണ്.